ഡൽഹിയിലുണ്ടായ സ്ഫോടനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് നമുക്ക് ഏതാണ്ട് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിരവധി ഭീകര സംഘടനകൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ നമ്മുടെ മറ്റൊരു അയൽ രാഷ്ട്രമായ ബംഗ്ലാദേശിനും ഇതിൽ പങ്കുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ലഷ്കർ ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഒക്കെ ആൾക്കാർക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് നേരത്തെ തന്നെ വിവരം പുറത്തു വന്നതാണ്. അതിൽ ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ സ്ഥാപകനായ മസൂദ് അസറിൻ്റെ ഏറ്റവും അടുത്ത അനുയായി വലം കൈ സെയ്ഫുള്ള സൈഫി എന്ന കൊടും ഭീകരൻ ഇപ്പോൾ ധാക്കയിലുണ്ട്. അയാൾക്ക് ഇതുമായിട്ട് ബന്ധമുണ്ട്, ഈ ഡൽഹി ബ്ലാസ്റ്റുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ അതേസമയം കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ ട്രൈബ്യൂണൽ അവിടുത്തെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചു. സംവരണവുമായി ബന്ധപ്പെട്ടുണ്ടായ അവിടുത്തെ സുപ്രീം കോടതിയുടെ വിധി ബംഗ്ലാദേശിൽ ഉണ്ടാക്കിയ കലാപം വളരെ വലുതായിരുന്നു. ആ കലാപം അടിച്ചമർത്താൻ ഒടുവിൽ സൈന്യം ഇറങ്ങി. അങ്ങനെ സൈന്യത്തെ ഇറക്കി ആ കലാപത്തെ അടിച്ചമർത്തിയപ്പോൾ നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടു. ഇത്തരത്തിൽ സൈന്യത്തെ ഉപയോഗിച്ച് കലാപകാരികളെ അമർച്ച ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവിടുത്തെ പൗരന്മാരെ കൊലപ്പെടുത്തി എന്ന കുറ്റമാണ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കും അന്നത്തെ ആഭ്യന്തരമന്ത്രിക്കും എതിരെ ചുമത്തിയിരിക്കുന്നത്. അസദുസ്മാൻ ഖാൻ കമാൽ എന്ന ആഭ്യന്തരമന്ത്രിയെയും ഷെയ്ഖ് ഹസീനയെ പോലെ തന്നെ വധശിക്ഷയ്ക്ക് വിധേയനാക്കണം എന്നാണ് വിധി വന്നിരിക്കുന്നത്. ഈ രണ്ടുപേരും ഇപ്പോൾ ബംഗ്ലാദേശിലില്ല. ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടിയിരിക്കുകയാണ്. ഇന്ത്യ ഗവൺമെൻറ്റിന് മാത്രമേ അറിയുള്ളൂ അവർ എവിടെയാണ് ഉള്ളതെന്ന്. ഈ ബംഗ്ലാദേശിലെ ആഭ്യന്തരമന്ത്രിയെ അദ്ദേഹവും അവിടെ നിന്ന് കാണുവാനില്ല, അദ്ദേഹവും ഇന്ത്യയിൽ എവിടെയോ ഉണ്ട് എന്നാണ് ബംഗ്ലാദേശ് ആരോപിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയിരിക്കുന്നു എന്ന കുറ്റം ഇന്ത്യക്ക് നേരെ ചുമത്തി എത്രയും പെട്ടെന്ന് ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിലേക്ക് വിട്ടുകൊടുക്കണം, അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബംഗ്ലാദേശിലെ യൂനുസ് ഭരണകൂടം ഇന്ത്യൻ ഭരണകൂടത്തെ സമീപിച്ചിരിക്കുകയാണ്. അതായത് നീതിക്ക് നിരക്കാത്തതാണ്, അതുപോലെ തന്നെ മനുഷ്യത്വത്തിന് നിരക്കുന്നതല്ല. അതിനാൽ തന്നെ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം കൊടുക്കരുത്, അവരെ എത്രയും പെട്ടെന്ന് ബംഗ്ലാദേശിന് വിട്ടുകൊടുക്കണം, ഈ ആഭ്യന്തരമന്ത്രിയെയും ബംഗ്ലാദേശിന് വിട്ടുകൊടുക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അല്ലാത്ത പക്ഷം ഇന്ത്യ ബംഗ്ലാദേശ് ജനതയോട് വലിയ നീതികേടാണ് കാണിക്കുന്നതെന്നും ഈ യൂനസ് ഭരണകൂടം ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ നമ്മുടെ വിദേശകാര്യ വകുപ്പ് അതുപോലെ ഇന്ത്യ ഗവൺമെൻറ് ഷെയ്ഖ് ഹസീനയെ വിട്ടു തരില്ല എന്ന് വളരെ കൃത്യമായ മറുപടി കൊടുത്തിരിക്കുകയാണ്. ഈ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ രാഷ്ട്രീയ അഭയം തേടി വന്ന ഒരു വനിതയെ, അതും ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന വനിതയെ ഒരു കാരണവശാലും അങ്ങനെ വിട്ടുതരാൻ സാധിക്കില്ല, വിട്ടുതരില്ല എന്നാണ് ഇന്ത്യ ഇപ്പോൾ മറുപടി ബംഗ്ലാദേശിന് നൽകിയിരിക്കുന്നത്. ഇത് വലിയ രാജ്യാന്തര തലത്തിൽ വലിയ ചർച്ചയാകാൻ പോകുന്നൊരു വിഷയമാണ്. ഇത് സംബന്ധിച്ച് നടപടിക്രമങ്ങൾ ഇനി എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, അത്ര എളുപ്പത്തിലൊന്നും ഷെയ്ഖ് ഹസീനയെ കൊണ്ടുപോകാൻ ബംഗ്ലാദേശിന് സാധിക്കില്ല. ഒരു പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് ബംഗ്ലാദേശ് വിഷയത്തിൽ ഇടപെടുകയും, ഇപ്പോൾ അവിടെ വലിയ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ ഏതാണ്ട് ഈ ഷെയ്ഖ് ഹസീനയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണം എന്ന ട്രൈബ്യൂണലിൻ്റെ വിധി വന്നപ്പോൾ തന്നെ അവിടെ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ഷെയ്ഖ് ഹസീന അനുകൂലികൾ വലിയ തോതിൽ അവിടെ അക്രമം നടത്തുകയാണ് എന്ന് ബംഗ്ലാദേശിൽ നിന്നുള്ള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
എന്തായാലും അവിടെ 50-ലധികം പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു ഇതുവരെ. ഈ കലാപവുമായി ബന്ധപ്പെട്ട കലാപം അടിച്ചമർത്താനുള്ള ശ്രമത്തിനിടയ്ക്ക് ഒക്കെ എല്ലാം കൂടി ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ 50-ലധികം പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഇതാണ് ബംഗ്ലാദേശിലെ സാഹചര്യം. ഇവിടെ ഈ ഡൽഹി ബ്ലാസ്റ്റുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിൻ്റെ പങ്ക് പുറത്തു വരികയും ജെയ്ഷെ മുഹമ്മദിൻ്റെ സ്ഥാപകൻ മസൂദ് അസറിൻ്റെ വലം കൈ സെയ്ഫുള്ള സെയ്ഫി ബംഗ്ലാദേശിലെ തലസ്ഥാനമായ ധാക്കയിൽ തമ്പടിച്ചിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ഷെയ്ഖ് ഹസീനയുടെ സുരക്ഷ വളരെയധികം വർദ്ധിപ്പിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്ത്യ ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് തന്നെ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് ഹസീനയെ ടാർഗറ്റ് ചെയ്ത് ജെയ്ഷെ മുഹമ്മദ് വീണ്ടും ഒരു ചാവേർ ആക്രമണം നടത്താൻ പോലും സാധ്യതയുണ്ട് എന്ന് കരുതപ്പെടുന്നു. അവർ എവിടെയാണ് എന്നുള്ളത് വളരെ രഹസ്യമായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. അത് ആർക്കും അറിയില്ല. അവർ പകൽ വെളിച്ചത്തിൽ വരാറില്ല. അവർ വളരെ സുരക്ഷിതമായിട്ടൊരു അജ്ഞാത കേന്ദ്രത്തിൽ കഴിയുന്നു എന്നാണ് ഇന്ത്യ ഗവൺമെൻറ് പുറത്തുവിട്ടിരിക്കുന്ന വിവരം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ പാകിസ്ഥാനും ബംഗ്ലാദേശും 2 വശത്ത് നിന്ന് നിഴൽ യുദ്ധം, ഇന്ത്യയോട് ഭീകരന്മാരെ ഇന്ത്യയിലേക്ക് അയച്ച് നിഴൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ റോഹിംഗ്യകളെയും ബംഗ്ലാദേശികളെയും വലിയ തോതിൽ അതിർത്തി കടത്തി ഇന്ത്യയിലേക്ക് വിടുന്നു, ബംഗാളിലേക്ക് വിടുന്നു. ഇപ്പോൾ നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ ബംഗാളിൽ SIR പുരോഗമിച്ചപ്പോൾ എത്ര ലക്ഷം ബംഗ്ലാദേശികളാണ് നാട്ടിലേക്ക് മടങ്ങിയത്, അതിർത്തി കടന്ന് തിരിച്ചു പോയത് എന്ന് നമുക്കൊരു ഏകദേശ ധാരണയുണ്ട്. അതുമാത്രമല്ല, ബംഗ്ലാദേശികളും റോഹിംഗ്യകളും തിങ്ങിപ്പാർത്തിരുന്ന പല കോളനികളും ഒഴിഞ്ഞുപോയി. അവിടെ പട്ടിയും പൂച്ചയും പോലും ഇപ്പോഴില്ല. തീർത്തും വിജനമായി ആ കോളനികൾ ഒഴിഞ്ഞ് ആൾക്കാർ സ്ഥലം വിട്ടു. കാരണം അവർക്ക് മനസ്സിലായി ഇവിടെ നിൽക്കുന്നത് അപകടമാണ്, പിടിച്ചാൽ ജയിലിലാകും. അവിടെ നിന്ന് ലഭിച്ച മറ്റൊരു വിവരം, വിസ്ഫോടനാത്മകമായ വിവരം, ഞെട്ടിക്കുന്ന വിവരം, ഇവരെ പലരെയും ദക്ഷിണ ഭാരതത്തിലേക്ക് കൊണ്ടുവന്ന് തെലങ്കാനയിലും തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെ ഇവരെ രഹസ്യമായി പാർപ്പിക്കും. അതിന് അതത് സംസ്ഥാന ഗവൺമെൻറ്റുകൾ ശ്രമം നടത്തുന്നതായി ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. വലിയ രീതിയിൽ അതിനെതിരെ BJP ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. തമിഴ്നാട്ടിലെ MK സ്റ്റാലിൻ ഗവൺമെൻറ്റിനെതിരെ, DMK ഗവൺമെൻറ്റിനെതിരെ, കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെൻറ്റിനെതിരെ, തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഗവൺമെൻറ്റിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് BJP ഇക്കാര്യത്തിൽ ഉന്നയിച്ചത്. പക്ഷേ ഇതെല്ലാം നിൽക്കുമ്പോഴും നമ്മുടെ മുന്നിൽ വരുന്ന ഒരു ചോദ്യം, ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ സുരക്ഷിതയാണോ? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉത്തരം ആണ് എന്നാണ്. ഒരു ശക്തിക്കും ഷെയ്ഖ് ഹസീനയെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതിന് തക്കവണ്ണമുള്ള ഏറ്റവും പ്രമുഖമായ സുരക്ഷ അവർക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും ഒരു ബംഗ്ലാദേശി സൈന്യത്തിനോ അല്ലെങ്കിൽ അവരുടെ ചാവേറുകൾക്കോ അവരുടെ ചാരസംഘടനയിൽപ്പെട്ടവർക്കോ ഷെയ്ഖ് ഹസീനയെ കണ്ടെത്താനോ അവരെ അപായപ്പെടുത്താനോ സാധിക്കില്ല. അത് ബംഗ്ലാദേശിന് മാത്രമല്ല, പാകിസ്ഥാനും കൂടിയുള്ളൊരു മുന്നറിയിപ്പാണ്. നിങ്ങളും അതിന് ശ്രമിക്കേണ്ട. അവരിവിടെ സുരക്ഷിതയാണ്. അവർക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടന്നാൽ കനത്ത തിരിച്ചടി ഉണ്ടാകും എന്ന് കൃത്യമായിട്ട് ഇന്ത്യ ഗവൺമെൻറ്, നമ്മുടെ വിദേശകാര്യ വകുപ്പ് സന്ദേശം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അതാണ്. ഭീകരന്മാരെ മുന്നിൽ നിർത്തി നിഴൽ യുദ്ധം നടത്താനാണ് നീക്കമെങ്കിൽ അതിന് കനത്ത വില നൽകേണ്ടി വരും എന്ന് ഒരിക്കൽ കൂടി നമ്മുടെ വിദേശകാര്യ വകുപ്പ് ഈ 2 രാഷ്ട്രങ്ങളെയും ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ സുരക്ഷിതയാണ്. അവരുടെ ജീവന് ഒരു ആപത്തും സംഭവിക്കില്ല. അവരെ ഇന്ത്യ ഗവൺമെൻറ് കൈവിടില്ല. സെയ്ഫുള്ള സെയ്ഫി അല്ല, മസൂദ് അസർ അല്ല, ഹാഫീസ് സയ്യിദ് അല്ല, ഇവരുടെയൊക്കെ തലതൊട്ടപ്പന്മാർ വന്നാൽ പോലും അവരെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ ചാവേറുകൾക്ക് അവരുടെ അടുത്തെത്താൻ പോലും കഴിയില്ല എന്ന കൃത്യമായ വ്യക്തമായ സന്ദേശമാണ് ഇന്ത്യ ഗവൺമെൻറ് നൽകിയിരിക്കുന്നത്.